നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട് എന്ന് കെ.സി. വേണുഗോപാൽ മറക്കരുത്. ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസ് അവലംബിക്കുന്ന ഒരു ശൈലി അത് കേരളത്തിലും പറിച്ചു നടാൻ ശ്രമിക്കുകയാണ് കെ.സിയുടെ നേതൃത്വത്തിലുള്ള സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചില വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇമ്മാതിരി ഊളത്തരങ്ങളോ? ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന 3 വാർത്തകളാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ദീർഘകാലം CPM-ന്റെ സഹയാത്രികനായി നടന്ന കാട്ടാക്കട പ്രേംകുമാർ എന്ന നടൻ ഇപ്പോഴിതാ പ്രേംകുമാറിനെ കോൺഗ്രസ് പൊക്കിയെടുത്ത് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന പോലും. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച പ്രേംകുമാറിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകുമെന്നാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത്. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനാണ് പ്രേംകുമാർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിന് കോൺഗ്രസ് കഴക്കൂട്ടം സീറ്റ് നൽകുമത്രേ. കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് പ്രേംകുമാർ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ ഉന്നത നേതാക്കൾ പറയുന്നത്. എന്നാൽ കഴക്കൂട്ടം സീറ്റിനു വേണ്ടി പാർട്ടിയിൽ വിയർപ്പൊഴുക്കിയ ഒട്ടനവധി നേതാക്കളുണ്ട് എന്ന് കോൺഗ്രസ് മറക്കരുത്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ഇത്തരം ഓപ്പറേഷനുകൾ നേരിട്ട് നീക്കുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ തലയ്ക്ക് മുകളിൽ കെ.സിയുടെ ഉടവാൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കേരളത്തിലെ സംസ്ഥാന നേതാക്കളെ പോലും ഞെട്ടിച്ചു കളയുന്നു. സർക്കാരിൽ നിന്ന് പ്രേംകുമാർ അനീതി നേരിട്ടു എന്ന ചിന്ത കോൺഗ്രസിലേക്ക് എങ്ങനെ പടർന്നു കയറി? ഇന്ന് തിരുവനന്തപുരത്തുള്ള കെ.സി. വേണുഗോപാൽ, സണ്ണി ജോസഫ് എന്നിവരുമായി പ്രേംകുമാർ ചർച്ച നടത്തും. ഇപ്പോഴിതാ പ്രേംകുമാർ ചില കണ്ടുപിടുത്തങ്ങൾ കേരളത്തിന് മുന്നിൽ വയ്ക്കുന്നു. തൻ്റെ കുടുംബത്തിന് കോൺഗ്രസ് പാരമ്പര്യമുണ്ടായിരുന്നുവെന്നാണ് പ്രേംകുമാർ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥിയായിരിക്കെ താൻ കോളേജിൽ KSU സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഞാൻ ഒരു പാർട്ടിയിലും അംഗത്വമെടുത്തിട്ടില്ല, അതുകൊണ്ട് എവിടേക്കും പോവേണ്ട കാര്യവുമില്ല. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നാണ് പ്രേംകുമാർ പറയുന്നത്. കഴിഞ്ഞ കുറേ കാലമായി CPM-മായി അകന്നു നിൽക്കുകയാണ് പ്രേംകുമാർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നൊരു ടിക്കറ്റ് സംഘടിപ്പിക്കുകയാണ് പ്രേംകുമാറിന് മുന്നിലുള്ള ലക്ഷ്യം. പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. എന്നാൽ പ്രേംകുമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. നാടാർ വിഭാഗത്തിൽപ്പെട്ട പ്രേംകുമാറിന് തിരുവനന്തപുരം ജില്ലയിലെ നാടാർ സമുദായത്തിന് വലിയ പിന്തുണയുണ്ട് എന്ന പ്രചരണം ശക്തമാണ്. നാടാർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് പ്രേംകുമാറിനെ പോലൊരു വ്യക്തിത്വം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് വലിയ ക്ഷീണം വരുത്തുമെന്ന കണ്ടുപിടുത്തമാണ് CPM-നുള്ളിലുള്ളത്. നേരത്തെ ജില്ലയിലെ കഴക്കൂട്ടം, അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങളിലൊന്നിൽ പ്രേംകുമാറിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. കെ.സി. വേണുഗോപാൽ തന്നെയാണ് നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. തനിക്ക് സ്വാധീനമുള്ള ചില സെലിബ്രിറ്റികളെ പല മണ്ഡലങ്ങളിലും ഇറക്കി MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു നിർത്തുകയാണ് കെ.സിയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്തെ പ്രധാന വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് നാടാർ വിഭാഗം. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിനെ കിട്ടിയാൽ നാടാർ വിഭാഗത്തിന്റെ വോട്ട് കിട്ടും എന്ന കെ.സി ഫോർമുല പലർക്കും അങ്ങ് ദഹിക്കുന്നില്ല. ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പ്രേംകുമാറിന് നഷ്ടപ്പെടുന്നത്. സഖാവ് കൃഷ്ണപിള്ള എന്ന സിനിമയിലൂടെ ഇടതുപക്ഷത്തോടടുത്ത തനിക്ക് കടുത്ത അവഗണനയാണ് CPM-ൽ നിന്ന് നേരിട്ടത് എന്നൊക്കെ പ്രേംകുമാർ പറയുന്നു. സമുദായ സംഘടനകളുടെ പിന്തുണയോടെ പ്രേംകുമാറിനെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന് കെ.സി. കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിച്ചു. ഒരു വശത്ത് നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്ന വാർത്ത, മറുവശത്തിത നടൻ ജയൻ ചേർത്തലയുമായി കെ.സി. വേണുഗോപാൽ ചർച്ച നടത്തുന്നു. നടനും CPI മുൻ നേതാവുമാണ് ജയൻ ചേർത്തല. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നേരിട്ടാണ് നടനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തന്റെ മണ്ഡലത്തിലെ MP ആണല്ലോ, അതുകൊണ്ട് കെ.സിയെ വീട്ടിലെത്തി കാണാമെന്ന് വിചാരിച്ചു എന്നാണ് ജയൻ ചേർത്തല പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ജയൻ ചേർത്തലയെ മത്സരിപ്പിക്കുകയാണ് കെ.സിയുടെ ലക്ഷ്യം. VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലേക്ക് സുരേഷിനെ കൂടി ക്ഷണിച്ചു. ചൊവ്വാഴ്ച യാത്ര മലമ്പുഴയിലെത്തും. ഈ ഘട്ടത്തിൽ UDF സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. 1965 നിലവിൽ വന്ന മലമ്പുഴ മണ്ഡലത്തിൽ നാളിതുവരെ CPM മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദനും EK നായനാരും T ശിവദാസനും ഉൾപ്പെടെ പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാക്കൾ പലവട്ടം പ്രതിനിധീകരിച്ച മണ്ഡലം. കഴിഞ്ഞ 2 തവണ UDF BJPക്കും പിന്നിൽ 3ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു.
അതിനൊരു മാറ്റം വരുത്താൻ എ സുരേഷിനെ കൊണ്ട് കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പരീക്ഷണങ്ങൾ നല്ലതാണ്. എന്നാൽ വീണ് കിട്ടുന്ന എല്ലാം പെറുക്കിക്കൂട്ടി സ്ഥാനാർത്ഥികളാക്കാൻ നടക്കുന്ന കോൺഗ്രസിന്റെ വെമ്പലുണ്ടല്ലോ, അത് കാണുമ്പോൾ പ്രവർത്തകർ മൂക്കത്ത് വിരൽ വയ്ക്കും. ഫേസ്ബുക്കിൽ ബൈജുസ്വാമി എന്നയാളുടെ കുറിപ്പ് പലപ്പോഴും ഞാൻ നോക്കാറുണ്ട്. ഇന്ന് ബൈജുസ്വാമി എഴുതിയ ഒരു കുറിപ്പ്, അത് കോൺഗ്രസ് നേതൃത്വം ഒന്ന് മനസ്സിരുത്തി കേൾക്കണം. ഒരു സത്യം അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ എൻ്റെ കൊങ്ങി സുഹൃത്തുക്കൾ പിണങ്ങരുത്. അന്തം കമ്പികളെ പോലെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കരുത്. കാര്യങ്ങൾ ചുരുക്കി പറയാം. രാഷ്ട്രീയത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും അനുഭാവികളും ഉണ്ടാക്കുന്ന സാമൂഹ്യ അടിത്തറയിലാണ് മുൻനിര നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും ബലമെന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കണം. പാർട്ടി എന്നാൽ ഉന്നതാധികാര സമിതിയെന്നും പരമോന്നത നേതാവെന്നും എല്ലാം വിളിക്കുന്നവരുടെ സ്വകാര്യ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളേണ്ട ഒന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രവർത്തകർക്ക് പ്രാദേശികമായ താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവരുടെ താൽപ്പര്യങ്ങളെയോ അഭിപ്രായങ്ങളെയോ തൃണവൽക്കരിച്ചുകൊണ്ട് കുറേ ഉന്നത നേതാക്കളുടെ രാഷ്ട്രീയ ചതുരംഗക്കളിയിലെ സർപ്രൈസ് മൂവ് എന്നൊക്കെ വിളിക്കുന്ന കുതിരക്കച്ചവടം നടത്തരുത്. സ്ഥാനമാനങ്ങൾ ഉൾപ്പെടെ ഒന്നും നേടാനില്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി തെരുവിലിറങ്ങി പണിയെടുക്കുന്നവരെ ഗൗനിക്കാതെ അവരുടെ മുഖത്തും ആത്മാഭിമാനത്തിൻ്റെ മേലും കാർക്കിച്ചു തുപ്പരുത്. പ്രവർത്തകരും അനുഭാവികളുമില്ലാതെ മാധ്യമങ്ങളിലൂടെ ജീവിക്കുന്ന ഉന്നത നേതാക്കൾ തുരപ്പൻ മാന്തിയ കപ്പക്കൂന മാത്രമാണെന്നും ചെറിയൊരു കാറ്റിൽ തന്നെ മറിഞ്ഞു വീഴുമെന്നും മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിന് വെളിയിലേക്ക് വാളയാർ കടന്നാൽ തന്നെ മനസ്സിലാകും. പറഞ്ഞു വരുന്നത് CPM-മായി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കലഹിക്കുന്ന സിനിമാ നടൻ പ്രേംകുമാറിനെ KC വേണുഗോപാൽ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത കണ്ടപ്പോഴാണ്. പ്രേംകുമാർ കുറച്ചുനാൾ മുൻപ് വരെ ദാസപ്പൻ്റെ ദാസനായിരുന്ന കൊത്തടിമയായിരുന്നുവെന്നും നാളിതുവരെ കോൺഗ്രസിനു വേണ്ടി വെയിലോ മഴയോ ഏൽക്കുന്ന ഒരു റാലിയിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത ആളുമാണ്. അയാൾ ഏതു പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ജനലക്ഷങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയോ സ്വന്തം നിലയിൽ സാമൂഹ്യ പ്രവർത്തന പാരമ്പര്യമുള്ള ആളോ അല്ല. ദാസപ്പനെതിരെ അയാളുടെ കൊതിക്കറിവ് മുതലെടുക്കാനാണ് എന്ന ചീഞ്ഞ നമ്പർ കൊണ്ട് നിഷ്പക്ഷരായ മനുഷ്യരുടെ വെറുപ്പ് വാങ്ങിയെടുക്കാം എന്നേ ഉള്ളൂ. പ്രേംകുമാറിനെ കുറിച്ചല്ല സത്യത്തിൽ ഞാൻ പോസ്റ്റ് എഴുതാൻ ഉദ്ദേശിച്ചത്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ അടിവരെ വാങ്ങിച്ചു കൂട്ടേണ്ടി വന്ന കൊലയാളി പാർട്ടിയുടെ റീജിയണൽ തഗ്ഗായ പെണ്ണുപിടിയൻ PK ശശിയും ദാസപ്പനും തമ്മിൽ തെറ്റി. അയാളെ കോൺഗ്രസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ കോൺഗ്രസ്സുകാരോട് ഒരൊറ്റ ചോദ്യം, ഇതിലും ഭേദം തീട്ടം തിന്നുകൂടെ? മിനിഞ്ഞാന്ന് വരെ അയാളെ എതിർത്ത് നടന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ നാട്ടുകാരെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കും? ഇത് പറയുമ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ മരം മുറിയൻ ആൻ്റപ്പൻ വീരപ്പൻ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ ചാറ്റർജിയാണെന്ന് പറയരുത്. ഒരു തെരഞ്ഞെടുപ്പല്ല രാഷ്ട്രീയ നിലപാടെന്നറിയാൻ ഒരു കാലത്ത് മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ മതി. പ്രവർത്തകരെ ടിഷ്യൂ പേപ്പർ പോലെ കാണുന്നവർ ബംഗാളിലേക്ക് നോക്കുക. ഇപ്പോൾ മമതയുടെ കോൺഗ്രസ്സാണ് അവിടുത്തെ കോൺഗ്രസ്. അതോർത്താൽ കേരളത്തിൽ ചരിത്രം ആവർത്തിക്കില്ല. എന്തായാലും സംഗതി കൊള്ളാം. കിട്ടുന്നവരെയൊക്കെ വാരിക്കൂട്ടാൻ ഊടുപാട് പൊക്കാനുള്ള KCയുടെ തത്രപ്പാട് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.